അപ്പോ അതിശീഘ്രം വേഗത്തിൽ ഞങ്ങളും രംഗത്തിറങ്ങി. ഞങ്ങളും കളം നിറഞ്ഞ് ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായി നിൽക്കുകയാണ്. രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിടത്ത് തന്നെ മത്സരിക്കാൻ എത്തുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിന്റെ ബാലമ്പാടം പഠിച്ചത് ഈ മണ്ണിൽ നിന്നാണ്. ചെമ്പഴന്തി SN കോളേജിന്റെ തിരുമുറ്റത്ത് നിന്നാണ് ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വന്നത്. ഇപ്പോ വർഷങ്ങളായി പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ, പക്ഷേ സാഹചര്യം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോ എൻ്റെ പാർട്ടി ഒരു വലിയ ദൗത്യം എന്നെ ഏൽപ്പിച്ചു. ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ, കേരളത്തിലെ ജനതയെ രക്ഷിക്കാൻ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഈ മണ്ണിനെയും ചേർത്ത് നിർത്താൻ ആ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ എതിരാളികൾ എല്ലാവരും തന്നെ ശക്തരാണ്. ആരെയും നമുക്ക് നിസ്സാരരായി കാണാൻ പറ്റില്ല. തന്റെ മണ്ഡലം എന്ന് ഉറപ്പിച്ച് പറയുന്ന എതിരാളികളുണ്ട്. അപ്പൊ അവരെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആരും എന്തും പറഞ്ഞോട്ടെ, ഞാൻ ഈ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് എൻ്റെ വ്യക്തിബന്ധം, കുടുംബ ബന്ധം, എൻ്റെ എല്ലാ ബന്ധങ്ങളുടെ ഇടനാഴികളും ഈ മണ്ണിൽ ചേർന്ന്, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ചോരയുടെ ഗന്ധവും ഈർപ്പവും ഈ മണ്ണിനുണ്ട് എന്നുള്ളതാണ്. എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. കഴക്കൂട്ടത്ത് എന്തായാലും മത്സരം കടുക്കും. ശരത്ചന്ദ്ര പ്രസാദ് കൃത്യമായ ധാരണകളോടുകൂടി അംഗം കുറിക്കാൻ ഇറങ്ങുകയാണ് അല്ലേ? അതെ അതെ.